കുറച്ച് കൂട്ടുകാർ ചേർന്ന് പഴയ കൂട്ടുകാരെ കണ്ടെത്താൻ ഒരു മൊബൈൽ ആപ്പ് ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു. ആ ആപ്പിന് ഒരു സാങ്കേതിക വിദഗ്ധനെ വേണം. ആ സാങ്കേതിക വിദഗ്ധനെ അവർ കണ്ടെത്തി. അദ്ദേഹം വളരെ മനോഹരമായി തലാഷ് എന്നൊരു ആപ്പ് ഉണ്ടാക്കി കൊടുത്തു. പക്ഷേ ആപ്പല്ല ഞെട്ടിച്ചത്, ആ ആപ്പ് ഉണ്ടാക്കിയ സാങ്കേതിക വിദഗ്ധനാണ് ഞെട്ടിച്ചത്. തലാഷ് എന്ന് പറയുന്ന ആപ്പിന് നേതൃത്വം കൊടുത്ത മുജീബാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. മുജീബ്, എന്തുകൊണ്ടാണ് ഈ സാങ്കേതിക വിദഗ്ധൻ നിങ്ങളെ ഞെട്ടിച്ചത്? ഞെട്ടിച്ചതിൻ്റെ കാരണം, ഞങ്ങൾ തലാഷ് എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്ന സമയത്ത് ടെക്നിക്കലായിട്ടൊരാൾ വേണമെന്ന് പറഞ്ഞു. ആള് വളരെ എഫിഷ്യൻ്റായിട്ട് കാര്യം ചെയ്തു തന്നു. 3 മാസം കഴിഞ്ഞ് പോയി കണ്ടപ്പോൾ ആൾക്ക് ആപ്പ് ഇതുവരെ കാണാൻ പറ്റിയില്ല. ചോദിച്ചപ്പോൾ അയാൾക്കത് കാണാനുള്ള കഴിവില്ല എന്ന് പറഞ്ഞു. അയാൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞതും അയാൾക്ക് കാണാൻ കഴിവില്ല എന്ന് പറഞ്ഞതുമാണ് അതിലേറ്റവും വലിയ എന്താ പറയുക ഞെട്ടലുണ്ടാക്കിയ സംഭവം. കാരണം ശബ്ദം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞ സകല കോൺസെപ്റ്റും അതിൻ്റെ എല്ലാ ഡിസൈൻ ആസ്പെക്റ്റും ഫൈനലൈസ് ചെയ്തത്. ഇന്ന് വരെ റമീസ് എന്ന് പറഞ്ഞ ആൾ, ഞങ്ങളുടെ 4ാമത്തെ തലാഷിലെ ആൾ കണ്ടിട്ടില്ല. അത് തന്നെയാണ് ഞെട്ടിച്ച സംഭവം. ഇതാണ് ആ കൂട്ടുകാരെ ഞെട്ടിച്ച സാങ്കേതിക വിദഗ്ധൻ റമീസ്. റമീസ്, എത്ര കാലമായിട്ട് ഈ ടെക്നോളജി രംഗത്തുണ്ട്? ഞാൻ കഴിഞ്ഞ 10 വർഷമായിട്ട് IT ഫീൽഡിലുണ്ട്. ബേസിക്കലി സോഫ്റ്റ്വെയർ ഡെവലപ്പറാണ്. അങ്ങനെയാണ് ഇവരെ ഞെട്ടിച്ചത്. അതെ, ഇവരെ ഞെട്ടിച്ചത്. ഇതെന്താണ് ഈ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ആയാലും മറ്റ് സോഷ്യൽ മീഡിയകളൊക്കെ ആയാലും ഇതേപോലെ ഫ്രണ്ട്സിനെ കണ്ടെത്തി തന്നെയാണ്. പക്ഷേ ഈ തലാഷിൻ്റെ പ്രത്യേകത എന്താ? ഇത് ഇപ്പോൾ മുജീബ് സംസാരിച്ച പോലെ ഇവരുടെ ഒരു നമ്മൾ സ്കൂളിങ് കഴിഞ്ഞിട്ട് നമ്മളെ ആളുകളെ പിന്നെ നമ്മൾ അവരായിട്ട് കണക്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ പണ്ടത്തെ ഫ്രണ്ട്സിനെ കണക്ട് ചെയ്ത് അവരായിട്ട് ചാറ്റ് ചെയ്യുക എന്നുള്ളതല്ല, നമുക്ക് ഒരു മീനിങ് ഫുൾ റിലേഷൻ ഉണ്ടാക്കുക. അതായത് ഇത് വെച്ചിട്ട് അവരുടെ ബിസിനസ് കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുക. അതായത് നമ്മളെ കൂടെ പഠിച്ച ആൾക്കാർ അവരെന്ത് ചെയ്യുന്നത് നമുക്കിപ്പോൾ അറിയണ്ടാവില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മുടെ ബിസിനസ്സിലോ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിലോ അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ആണ് ഇതിൻ്റെ കൺസെപ്റ്റ് പോകുന്നത്. അതാണ് എനിക്കിത് ഇഷ്ടപ്പെടാൻ കാരണം. റമീസ് എവിടുന്ന ഇതൊക്കെ പഠിച്ചെടുത്തത്? സത്യം പറഞ്ഞാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു കമ്പ്യൂട്ടർ സയൻസ് ഒന്നുമല്ല. ഞാൻ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ്. BA ഇംഗ്ലീഷ് 2014 ഫറൂഖ് കോളേജിൽ നിന്ന് പാസ് ഔട്ടാണ്. പക്ഷേ ഞാൻ അതിൻ്റെ കൂട്ടത്തിന് എനിക്ക് IT, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, കോഡിങ് ഈ ഒരു മേഖലയോട് അതിൻ്റെ താല്പര്യം. നമുക്ക് എൻ്റെ ഈ പരിമിതി വെച്ചിട്ട് ഒരുപാട് ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്കറിയാം അത് ചെയ്തെടുക്കാൻ പറ്റുന്നു. കാരണം അതിനുള്ള സാങ്കേതിക വിദ്യയൊക്കെ ഇപ്പോൾ ഓൾറെഡി ഡെവലപ്ഡ് ആയിട്ടുണ്ട്. അതായത് നമ്മൾ സ്ക്രീൻ കാണണ്ട, നമുക്ക് കേട്ടില്ല. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് സ്ക്രീനിൽ എന്താണോ കാണുന്നത് അത് നമുക്ക് കേട്ട് ചെയ്യാം. മൗസ് യൂസ് ചെയ്യണ്ട, കീബോർഡ് മാത്രം യൂസ് ചെയ്യാം. അതൊക്കെ പോസിബിൾ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ കുറച്ച് എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും എല്ലാവരും ചെയ്യുന്ന പോലെ നമുക്കും ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് എൻ്റെ കൂട്ടുകാരെ കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ഈ തലാഷ് എന്ന് പറഞ്ഞ ആപ്പ് എത്രമാത്രം ഉപകാരപ്പെടും? നമ്മൾ ഒരു യൂസറായിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ, പഠിച്ച വർഷം, ഏതായിരുന്നു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, ഇത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഫറൂഖ് കോളേജ് 2014 ഗ്രാജുവേഷൻ, ഇത് സെലക്ട് ചെയ്ത് ഞാൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആരൊക്കെ ആ സമയത്ത് അവിടെ പഠിച്ചിട്ടുണ്ടോ 2014 അവരെല്ലാം എനിക്കാണ്. അവരെല്ലാം എൻ്റെ ബാച്ച്മേറ്റ് ആയിരിക്കും. അവരും ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാവും? ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ. റമീസ്, ഇപ്പോൾ ഈ ആപ്പ് മാത്രമായിരിക്കില്ലല്ലോ, പല ആപ്പും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? അങ്ങനെ വേറെ എന്തൊക്കെ ആപ്പുകളാണ് കയ്യിലുള്ളത്? ഞാൻ ഇതുപോലെ യുണീക്ക് കോൺസെപ്റ്റ്, ഇത് എനിക്കും കൂടി ഇഷ്ടപ്പെടണം ഈ ഒരു ഐഡിയ. അങ്ങനെയുള്ള ഒരു സ്റ്റാർട്ടപ്പ് അവരെ മാത്രമേ ഞാൻ അങ്ങനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. റമീസിനെ കുറച്ചും കൂടി പേഴ്സണലായിട്ട് ഒന്ന് പരിചയപ്പെടുത്താവോ? നാട്ടിലെവിടെയാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്? ഞാൻ മലപ്പുറം ജില്ലയിൽ എടപ്പാള് എൻ്റെ സ്ഥലം. വീട്ടിൽ ഉപ്പ ഉമ്മ ഉണ്ട്, താത്തയുണ്ട്, അനിയനുണ്ട്, വൈഫുണ്ട്, 2 വയസ്സ് ഒരു കൊച്ചുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ കണ്ടെത്താൻ മൊബൈൽ ആപ്ലിക്കേഷൻ വികസിപ്പിച്ച് നൽകിയ ഈ സാങ്കേതിക വിദഗ്ധന് തൻ്റെ പ്രിയപ്പെട്ട ആരെയും നേരിൽ കാണാൻ ഇതുവരെ ഭാഗ്യമുണ്ടായിട്ടില്ല. മറ്റ് അലുമിനി സംഘടനകൾ കുറേ ഉള്ള സ്ഥലമാണല്ലോ UAE. അപ്പോൾ അവിടെ നിന്നുള്ള റെസ്പോൺസ് എങ്ങനെയാണ്? വളരെ പോസിറ്റീവായിട്ടാണ്. ഞങ്ങളുടെ തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ സ്കൂളിൻ്റെ തന്നെ കമ്മിറ്റിയുണ്ട്. ഞാൻ അബുദാബിയിലും പഠിച്ചിട്ടുണ്ട്, മോഡൽ സ്കൂൾ അബുദാബി. ന്യൂ ഇന്ത്യൻ മോഡൽ സ്കൂൾ അതിൻ്റെ ഒരു ബ്രാഞ്ചാണ്.
അവിടുത്തെ ആൾക്കാരായിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിലായിട്ട്, ചിലത് ഫുൾ ഫ്ലെഡ്ജ് ആയിട്ട്. ഫറൂഖ് കോളേജ്, ഫോസ എന്ന് പറഞ്ഞിട്ട് ദുബായ്, ഇപ്പോൾ ഷിനോജ് ഭായ് പഠിച്ച അസ്മാബി കോളേജ്, ഇവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക് ആയിട്ടുള്ളത്. കോൺസെപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ കുറച്ച് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റീസും നമ്മൾ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വെസ്റ്റ്ഫോർഡ് കോളേജിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ കോളേജ് ഓഫ് നോർത്ത് അറ്റ്ലാന്റിക്. കോൺസെപ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്.